പാരഡി ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതാണെങ്കിൽ നടപടി വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. അപ്പം വിവിധ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ആ നിലയിൽ ഞങ്ങൾ ആലോചനയിൽ വന്നിട്ടില്ല. അപ്പോൾ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. ഷിജോ, ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറയുന്നത് എന്ത് സംഘടനയാണ്? അവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ? ഈ പ്രസാദ് കുഴിക്കാല എന്ന് പറയുന്ന ആൾ ആരാണ്? ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ CPM-ന്റെ പഞ്ചായത്ത് അംഗമായി നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായെന്നാണ് എൻ്റെ അറിവ്. ഇക്കുറിയും അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് അറിവ്. അപ്പോൾ അത് ആ രാഷ്ട്രീയവും ചില ആളുകൾ പറയുന്നുണ്ട്. ഷിജോ, കാശ്മീർ, ഇതിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഈ പാട്ട് ഇപ്പോൾ ഇത്രയും വൈറലാകാനുള്ള കാരണം ഒരുപക്ഷെ ഇതിനെതിരെ കേസ് എടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരാതി കൊടുത്തുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ഇത്രയും നാൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഈ വിഷയം അല്ലെങ്കിൽ ഈ പാട്ടിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു വാർത്ത വന്ന് അല്ലെങ്കിൽ ആളുകൾ പാടി അതങ്ങ് അവസാനിപ്പിച്ച് പോയേനെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു പരാതി വരുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു. അങ്ങനെ കൂടുതൽ ആളുകളുടെയും നാവിലേക്ക് അല്ലെങ്കിൽ ചുണ്ടിലേക്ക് ഈ പാട്ടിൻ്റെ വരികൾ വന്നു ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ആദ്യം പരാതി കൊടുത്തത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രസാദ് കുഴിക്കാലയാണ്. പ്രസാദ് കുഴിക്കാല പത്തനംതിട്ട സ്വദേശിയാണ്. പത്തനംതിട്ട സ്വദേശി ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പരാതിയല്ല താൻ കൊടുത്തത് എന്നുള്ള കാര്യമാണ് ഇന്നലെ നമ്മൾ 24-നോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പ്രസാദ് കുഴിക്കാല പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ തൻ്റെ സമൂഹ മാധ്യമങ്ങളുടെ സർക്കാരിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ അങ്ങേയറ്റം നാണം കെട്ട് നാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിൽ കാണിച്ചു വെച്ചിട്ട് അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ അങ്ങേയറ്റം നിയമപരമായിട്ട് നേരിടും. അതുകൊണ്ടാണ് ഇങ്ങനൊരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൊടുത്തത് എന്നുള്ള കാര്യമാണ് പ്രസാദ് കുഴിക്കാല ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതായത് മനോഹരമായിട്ടുള്ള ഒരു ഭക്തിഗാനത്തെ വികലമായിട്ട് ഉപയോഗിച്ചു, അല്ലെങ്കിൽ വികലമാക്കി മാറ്റി. അതിനെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭക്തിഗാനത്തെ ഉപയോഗിച്ചു. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അയ്യപ്പനെയും വിശ്വാസികളെയും മറയാക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ഹൈന്ദവ വിശ്വാസി എന്ന നിലയിൽ, അയ്യപ്പനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഒരു ഹിന്ദു വിശ്വാസി നിലയിൽ അങ്ങേയറ്റം ഏറ്റവും കൂടുതൽ പാടപ്പെട്ടതും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വേദികൾ പാടപ്പെട്ടതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. ഉറപ്പായും അതങ്ങനെ തന്നെയാകും. കാര്യം ശബരിമല ഇരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് കൂടി അത് പാടാത്തത് CPM മാത്രമേ ഉള്ളൂ, LDF മാത്രമേ ഉള്ളൂ. ബാക്കി പ്രതിപക്ഷ പാർട്ടികളൊക്കെ അവരുടെ പ്രധാനപ്പെട്ട പ്രചരണ യോഗങ്ങളിലും അല്ലാതെയുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങളിലൊക്കെ ഈ പാട്ട് കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. കേസെടുക്കുകയാണെങ്കിൽ ഇത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ചോ, ഇത് എവിടെയൊക്കെ ഉപയോഗിച്ചോ, ആരൊക്കെ പാടിയോ, ഏതൊക്കെ വേദികൾ പാടിയോ, അങ്ങനെയെങ്കിൽ കേരളത്തിലെ ജയിലുകൾ മതിയാവാതെ വരും. ഷിജോ, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ഈ കേരളത്തിലെ ജയിലെന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനത്തെ ജയിലുകൾ കൂടി വാടകയ്ക്കെടുത്താൽ പോലും മതിയാവില്ല. കാരണം നമ്മളടക്കമുള്ള ആളുകൾ തമാശയ്ക്കെങ്കിലും ഈ പാട്ട് ഒരു 2 വരെയെങ്കിലും മൂളുന്നുണ്ട്. കാരണം ഇത് ഒരു തരത്തിലും നമ്മൾ ഒരു മതത്തെ വ്രണപ്പെടുത്തുന്നതല്ല, മതവിശ്വാസികളെ കളിയാക്കുന്നതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.